വളരെയധികം ആശങ്കയിൽ തന്നെയാണ്. അതിപ്പോ ഇന്നും ഇന്നലെ മാത്രമല്ല, കുറെ മാസങ്ങളായിട്ട് ഈ 2024 നിന്ന് അവസാനത്തോടു കൂടി തുടങ്ങിയതാണ്. 25-ന്റെ ആദ്യം മുതലാണ് ഈ വില കയറ്റം തുടങ്ങിയത്. അത് 4000 കിടന്നത് 7000 കിടന്നത് അവിടുന്ന് കേറി വന്ന് ഇപ്പം 10,130 വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കച്ചവടക്കാരും ആശങ്കയിലാണ്. അതുപോലെ തന്നെ സാധാരണക്കാര്, അതായത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം സ്വർണം മേടിക്കുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിലക്കയറ്റമല്ലേ ഉണ്ടായിരിക്കുന്നത്. അവരൊക്കെ സാധാരണ കിടന്ന് ബുദ്ധിമുട്ടുകയാണ്. നിലവിൽ നമുക്കറിയാം ഈ ഒരു കല്യാണ സീസണൊക്കെയാണ് നടക്കുന്നത്. ആ സമയത്താണ് ഇങ്ങനെ വിലവർധനം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണക്കാരൊക്കെ തന്നെയും ഈ കടകളിലൊക്കെ വന്നിട്ട് അവർ എന്താണ് ലൈറ്റ് വെയിറ്റിലേക്ക് തന്നെയല്ലേ മാറിയിരിക്കുന്നത്? തീർച്ചയായിട്ടും ലൈറ്റ് വെയിറ്റ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കടകളിലെ വെയിറ്റ് കൂടിയ ആഭരണങ്ങൾ മാറ്റിക്കൊണ്ട് ലൈറ്റ് വെയിറ്റിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം കാലത്തിനൊത്തു മാറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കച്ചവടം പിടിച്ചു നിർത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോവുക. ഞാൻ ഇന്നലെ പറഞ്ഞ കണക്ക് 1/2 ഗ്രാം മുതൽ മാല, 1/2 ഗ്രാം, 1 ഗ്രാം, 1.5 ഗ്രാമിന്റെ മാല, വലിയവർക്ക് ധരിക്കാൻ 2 ഗ്രാമിന്റെ വളകൾ മുതൽ ഇപ്പൊ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കാരണം വരുന്നവരെ സംശയമാണ്. ഇപ്പം പവന്റെ കണക്കൊക്കെ പോയില്ലേ? ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ പവന്റെ കണക്കൊക്കെ പോയി. 200 പവൻ, 100 പവൻ, 50 പവന്റെ കണക്കൊക്കെ പോയിട്ട് ഇത്ര ലക്ഷം രൂപ തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണം, അത്യാവശ്യത്തിന് വേണ്ട സ്വർണം എടുക്കുക, ബാക്കി ക്യാഷായിട്ട് എന്ത് വേണേ ചെയ്യുക എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് മാറി ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടകളിൽ ഈ ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് തീരെ കുറഞ്ഞിരിക്കുന്നു. അപ്പം നമുക്ക് കച്ചവടം ഒരു ബ്രേക്ക് ഇവനിലോട്ട് പോകാൻ പോലും പറ്റുന്നില്ല. ആ രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ശ്രീ ജസ്റ്റിൻ പലത്ര, ഈ ഒരു സമയത്ത് തന്നെ ഈ ഡയമണ്ടിന്റെ വിപണി അതിപ്പോ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഡയമണ്ടിനെ സംബന്ധിച്ചോളം സത്യത്തിൽ ഇപ്പൊ അതൊരു ജനകീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഈ ഡയമണ്ട് നമുക്കറിയാം, പണ്ട് നോർത്ത് ഇന്ത്യയിലും തമിഴ്നാടിലും കർണാടകയിലും ഒക്കെ മാത്രമായി നിന്നിരുന്ന ഒരു വ്യാപാരമാണ് ഡയമണ്ട്. കേരളം ഡയമണ്ടിനെ കുറിച്ച് അങ്ങനെ വലിയ ചിന്തയോ അറിവോ അല്ലെങ്കിൽ അതിന് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്താ വന്നെന്ന് വെച്ചാൽ, കമ്പനിക്കാരൊക്കെ ഒരു 4,900 രൂപ കൊടുത്താൽ ഇപ്പോൾ ഒരു വലിയ ആൾക്കാർക്ക് ധരിക്കാനുള്ള കല്ല് വെച്ച ഡയമണ്ട് മോതിരം കിട്ടും. കല്ല് വെച്ച മോതിരം, കമ്മലുകള്, നെക്ലസ്, ബ്രേസ്ലെറ്റ് എല്ലാം വളരെ സാധാരണക്കാരന് വരെ വാങ്ങാനുള്ള രീതിയിൽ ലൈറ്റ് വെയിറ്റിലും വില കുറഞ്ഞ രീതിയിൽ ഉള്ള പ്രോഡക്ട്സ് ഇപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡയമണ്ടിനെ സംബന്ധിച്ചോളം ഒരു വലിയ പ്രശ്നമല്ല. സാധാരണക്കാരൻ വരെ, ഞാൻ ഇപ്പം വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, സാധാരണക്കാരൻ വരെ ഇപ്പോൾ ഡയമണ്ട് മൂക്കുത്തികള്, ചെറിയ കമ്മലുകള്, മാലകളൊക്കെ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിലേക്കൊക്കെ കേരളം വളരെയധികം ഡയമണ്ട് വ്യാപാരത്തിന് മുൻപേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടുമ്പോൾ ഇവൾ പരമാവധി ഈ കാര്യങ്ങളൊന്നും തന്നെ ഈ വലിയ വാണിജ്യത്തെക്കുറിച്ചൊന്നും ധാരണ ഇല്ലാത്ത ആളുകളൊക്കെ തന്നെ ഈ സ്വർണ്ണ കച്ചവടക്കാരെയാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ അന്ന് വില കൂട്ടിയില്ലേ, അങ്ങനെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ എന്നാലും ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ എപ്പോഴും വിമർശനം നേടുന്നത് ഇങ്ങനെ കച്ചവടക്കാരിലേക്കൊക്കെ തന്നെ നന്നായി, ഇപ്പോൾ കൂടിയത് നന്നായി, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് അതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഞാനിപ്പം ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ എന്നെ അറിയാവുന്ന കടയെ വരുന്ന ഒരു പ്രസിഡന്റ്, ഇത് നിങ്ങൾ എന്താ ഇങ്ങനെ വില കൂട്ടിക്കൊണ്ട് പോകുന്നത്, ഇത് എന്തൊരു, ഞങ്ങൾക്കൊക്കെ എങ്ങനെ സ്വർണ്ണം എടുക്കാൻ പറ്റും, എന്നോട് വരുന്ന ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയും. ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഞാൻ ഇതിന്റെ ആരുമല്ല, സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ്. സ്വർണ്ണവില നിയന്ത്രിക്കാൻ ഞാൻ ആളല്ല. ഇത് വരുന്നത് ഈ കേരളമോ ഇന്ത്യയോ അല്ല ഈ വില നിശ്ചയിക്കുന്നത്. ഇന്റർനാഷണൽ റേറ്റിനെ ബേസ് ചെയ്ത് ലണ്ടൻ മാർക്കറ്റ് വരുന്നു, അതനുസരിച്ച് ബോംബെ മാർക്കറ്റ് വരുന്നു, അതനുസരിച്ച് നമ്മൾ കേരളത്തിൽ റേറ്റ് ഇടുന്നു. അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഈ റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആ റേറ്റിന്റെ കയറ്റം കൂടി വരുന്ന പ്രതിഭാസത്തിൽ ഞങ്ങൾക്ക് ആർക്കും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇതിപ്പം ഒരു പണ്ട് നമുക്കറിയാം, ഈ ഓണ സീസണ്, കല്യാണ സീസണ് ഒക്കെ വരുമ്പോൾ വില കൂടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, അല്ലാത്ത സമയത്ത് കുറഞ്ഞു കിടക്കുക. ഇപ്പൊ അങ്ങനൊന്നും അല്ല. ഓഫ് സീസണിലൊക്കെ വില കൂടി കിടക്കുന്നു. അങ്ങനെയൊക്കെ ഉള്ള തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വ്യാപാരം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വില നിശ്ചയിക്കുന്നത് ഞങ്ങൾ ആരുമല്ല.
അതേപോലെ തന്നെ ഈ മുൻകൂർ ബുക്ക് ചെയ്യുന്ന ഒരു സൗകര്യം അതിപ്പോൾ ആരും ഉപയോഗിക്കുന്നുണ്ടോ ഈ ഒരു അവസ്ഥയിൽ? പ്രത്യേകിച്ച് ഇത്രയും സ്വർണം കൂടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ബുക്ക് ചെയ്തിരുന്ന അങ്ങനത്തെ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടോ? ഒത്തിരി ഉണ്ട്. ഒത്തിരി ബുക്കിംഗ് എടുത്തവർക്കൊക്കെ ഒത്തിരി നഷ്ടം വരും. ഇപ്പം കടക്കാർക്കൊക്കെ നഷ്ടം വരും. ലാഭം. പക്ഷെ പലരും വീണ്ടും കുറയും എന്നുള്ള ഒരു ധാരണ കൊണ്ട് ഈ പ്രീ ബുക്ക് ചെയ്യാതിരുന്നിട്ടുണ്ട്. അല്ല, അതെ അത് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ ബുക്ക് ചെയ്ത ഒത്തിരി പേരുണ്ട്. ആ ബുക്ക് ചെയ്തവർ സംശയോളം അന്ന് വില കുറഞ്ഞ് കിടന്നപ്പം ബുക്ക് ചെയ്തവർ ഇപ്പം വില കൂടിയാലും ആ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കണം. അപ്പൊ കച്ചവടക്കാർ സംശയോളം വൻ നഷ്ടം വരുന്നുണ്ട് അതിനകത്ത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.